അമ്മേ ശരണം ദേവീ ശരണം. കൊടുങ്ങല്ലൂർ മീനഭരണി ആണെന്ന്. മീനഭരണിക്ക് ഒരുപാട് ചടങ്ങുകളും വിശേഷങ്ങളുമുണ്ട്. അതിൽ ഒന്നാമത്തെ ചടങ്ങാണ് വടക്കേ നടയിൽ വെന്നിക്കൊടി ഞാട്ടൽ. പട്ടാരി സമുദായക്കാർ പുലർച്ചെ 3 മണിക്ക് വെന്നിക്കൊടി ഞാട്ടും. അത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ദേവി ദാരിക യുദ്ധത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന കൊടിയാണ്. വിളംബരം നടത്തുന്നതാണ് വിജയക്കൊടി. അതാണ് വെന്നിക്കൊടി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ചടങ്ങാണ് അമ്മയ്ക്ക് വരിയരി പായസം. അത് പുലർച്ചെ 4 മണിക്ക് ആ നേദ്യം കഴിഞ്ഞാൽ പായസം കിട്ടും. ദിവ്യമായ പായസമാണ്. അത് കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. അസുഖങ്ങൾ മാറുവാനും കൈവിഷം വരെ പോകും. അത്രയും നല്ലതാണ്. പിന്നെയുള്ളതാണ് 8 മണിക്ക് അമ്മയ്ക്ക് ആദ്യത്തെ ഗുരുതി സമർപ്പിക്കുന്നു. പട്ടാരി സമുദായക്കാർ ഗുരുതി സമർപ്പിക്കുന്നു. പടിഞ്ഞാറ് നടയിൽ ബലിക്കല്ലിൽ കുമ്പളങ്ങ മുറിച്ച് അതിൻ്റെ മുകളിൽ ഗുരുതി കൊടുക്കുന്ന ചടങ്ങാണ്. വടക്കേ നടയിലും കോഴിക്കല്ലിലും ഇതുപോലെ തന്നെ കുമ്പളങ്ങ മുറിച്ച് ഗുരുതി കൊടുക്കുന്നു. അതാണ് ആദ്യത്തെ ഗുരുതി. പിന്നെയുള്ളത് 8 മണി തൊട്ട് 9 മണിക്കുള്ളിൽ കടപ്പുറത്തുനിന്ന് കടലമ്മയുടെ വരവാണ്. അത് ആയിരങ്ങളുടെ അകമ്പടിയോടെ താലമായി വന്ന് ദേവിക്ക് കാഴ്ചകൾ സമർപ്പിക്കുന്നു. അതോടെ കൊടുങ്ങല്ലൂർ ഭരണി സമാപ്തമാകുന്നു. അമ്മേ ശരണം ദേവീ ശരണം. ഇതെല്ലാം അമ്മയുടെ ഭക്തർക്ക് സമർപ്പിക്കുന്നു. അമ്മേ ശരണം ദേവീ ശരണം. അമ്മേ എല്ലാവർക്കും നല്ലത് വരട്ടെ.